അറിയാം രാഹുൽ, ഇന്നലെ ഒരു മണ്ണിടിച്ചിലുണ്ടാവുകയും അതൊരു ജീവൻ കവരുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതേ ഭാഗത്ത് ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ആ മേഖലയാകെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതാണ്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു, അതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇടുക്കിയിൽ എങ്ങനെയുണ്ട് മഴ സാഹചര്യം? വിനീത, ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഉച്ചവരെ യെല്ലോ അലേർട്ട് ആയിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഇന്നലെ മൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിലാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഈ നിമിഷം മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറിൽ അതിശക്തമായ മഴയും അതോടൊപ്പം കാറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ആശങ്കയായി ഈ പ്രദേശത്ത് മണ്ണിടിയുന്നത് തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊട്ടപ്പുറത്ത് കാണുന്ന മേഖലയിൽ നിന്നാണ് ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ദേശീയപാതയാണ്. ദേശീയപാതയിൽ ഏതാണ്ട് 2 ആൾ പൊക്കത്തിൽ മണ്ണും കല്ലും അതോടൊപ്പം തന്നെ പാറക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സാധാരണ രീതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കുറേയധികം ദിവസങ്ങൾ എടുക്കേണ്ടി വരും. കാരണം മണ്ണ് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യം. വീണ്ടും മണ്ണിടിച്ചൽ സാധ്യത ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വഴിക്ക് താഴ്ഭാഗത്തേക്കാണ് ആ മണ്ണിടിച്ചതിന്റെ ഭൂരിഭാഗവും ചെന്ന് പതിച്ചിരിക്കുന്നത്. താഴ്ഭാഗത്താണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത്. ആ ഗാർഡന്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഗണേശൻ സഞ്ചരിച്ചിരുന്ന വാഹനം ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും താഴ്ഭാഗത്ത് വരെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഗണേശനെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഇനി മുമ്പ് വിനീത സൂചിപ്പിച്ചൊരു കാര്യം, ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന് വലത് ഭാഗത്താണ് 2018 വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഏതാണ്ട് 500 മീറ്ററോളം ദൂരത്തിൽ ഈ ഭാഗം തന്നെ പൂർണ്ണമായി തന്നെ താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ പൂർണ്ണമായും തകരുകയും ചെയ്തതാണ്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രശ്നം കട്ടി കുറവുള്ള മണ്ണാണ്. ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും ഈ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുകയും അതുടൻ തന്നെ മണ്ണിടിച്ചിലായി മാറുകയും ചെയ്യുന്നു എന്നതാണ്. ബൊട്ടാനിക്കൽ ഗാർഡന് സമീപത്തെ മണ്ണിടിച്ചിലിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയാണ് മൂന്നാർ സ്വദേശി ഗണേശൻ മരിച്ചത്. അവിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്.